മുത്തങ്ങ വെടിവെപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വർഷങ്ങൾക്ക് ശേഷം പ്രതികരണവുമായി എ.കെ. ആന്റണി രംഗത്ത് വന്നതോടെ വെടിവെപ്പ് വിവാദം വീണ്ടും കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ ചർച്ചയാകുന്നു. മുത്തങ്ങ വെടിവെപ്പിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാപ്പർഹിക്കുന്നില്ലെന്ന് സി.കെ. ജാനു പ്രതികരിച്ചു. ഇപ്പോഴും ഭൂമി ആദിവാസികൾക്ക് ലഭിച്ചിട്ടില്ല. അതിന് പരിഹാരം ലഭിച്ചാലേ മാപ്പ് നൽകാൻ കഴിയൂ. താൻ ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹം അനുഭവിച്ച മർദ്ദനത്തിന് എന്താണ് മറുപടിയെന്ന് സി.കെ. ജാനു ചോദിച്ചു. എ.കെ. ആന്റണിക്ക് വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിവ് വന്നത് നല്ലതാണെന്നും സി.കെ. ജാനു പറഞ്ഞു. ആദിവാസികൾ നേരിട്ട കൊടിയ പീഡനം മറക്കാൻ കഴിയില്ലെന്നും ആദിവാസിയുടെ ഭൂമിക്ക് മേലെയുള്ള പരിഹാരമാണ് വേണ്ടതെന്നും ജാനു ആവശ്യപ്പെട്ടു. മുത്തങ്ങയിലെ പോലീസ് നടപടിയിൽ എ.കെ. ആന്റണിക്ക് പശ്ചാത്താപം തോന്നിയത് നല്ല കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മാപ്പ് കൊണ്ട് കാര്യമില്ല. വൈകിയ വേളയിലുള്ള കുമ്പസാരം കൊണ്ട് കാര്യമില്ല. മുത്തങ്ങ സമരത്തിൽ മരിച്ചവർക്ക് മാത്രമാണ് കേസില്ലാതായത്. ബാക്കിയുള്ളവർ ഇപ്പോഴും കോടതി കയറി ഇറങ്ങുകയാണ്. അതിനൊപ്പം മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട സിനിമയെ വിമർശിച്ചും സി.കെ. ജാനു സംസാരിച്ചു. മുത്തങ്ങ ഭൂസമരത്തെ സിനിമ തെറ്റായി വ്യാഖ്യാനിച്ചു. സമരകാലത്തെ ആദിവാസി ജീവിതത്തെ ശരിയായ രീതിയിലല്ല ആ സിനിമയിൽ കാണിച്ചത്. ആളുകളെ സംരക്ഷിക്കുന്ന ഒരു ഇടപെടലും പോലീസ് നടത്തിയില്ല. സർക്കാരിനെ സംരക്ഷിക്കുന്ന തരത്തിലാണ് സിനിമയുള്ളതെന്നും ജാനു പറഞ്ഞു. ശിവഗിരി മുത്തങ്ങ സംഭവങ്ങളിൽ ദുഃഖമുണ്ടെന്നായിരുന്നു എ.കെ. ആന്റണി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ആദിവാസികൾക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൊടുത്തത് താനാണ്. മുത്തങ്ങ സമരകാലത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ സഭയിൽ പറഞ്ഞത് പഞ്ചസാരയും മണ്ണെണ്ണയും ഒഴിച്ച് 20 ആദിവാസികളെ കത്തിച്ചു എന്നാണ്. മുത്തങ്ങ ദേശീയ വന്യജീവി സങ്കേതമാണ്. ആദിവാസികൾ ആദ്യം കുടിൽ കെട്ടിയപ്പോൾ എല്ലാവരും അവരെ ഇറക്കി വിടണമെന്ന് പറഞ്ഞു. പോലീസ് ആക്ഷൻ ഉണ്ടായപ്പോൾ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും നിലപാട് മാറ്റി. മുത്തങ്ങ സംഭവത്തെക്കുറിച്ച് CBI അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആന്റണി ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ടും സർക്കാർ പ്രസിദ്ധീകരിക്കണമെന്നും എ.കെ. ആന്റണി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. പഞ്ചസാരയും മണ്ണെണ്ണയും ഉപയോഗിച്ച് പോലീസ് ആദിവാസികളെ കത്തിച്ചു കൊന്നു എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആദിവാസി സമരത്തിന്റെ പേരിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് CBI അന്വേഷിച്ച റിപ്പോർട്ട് എന്താണ്? അതിൽ ആരെയാണ് കുറ്റപ്പെടുത്തിയത്? ആർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടിട്ടുള്ളത്? ആ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കണമെന്നും ആന്റണി ആവശ്യപ്പെട്ടു. എന്തുകൊണ്ട് തുടർന്നുവന്ന വി.എസ്. പിണറായി സർക്കാരുകൾ മുത്തങ്ങയിൽ ആദിവാസികളെ വീണ്ടും താമസിപ്പിക്കാൻ ശ്രമിച്ചില്ലെന്നും അതിന് സാധ്യമല്ല എന്ന് ആ സർക്കാരുകൾക്കും ബോധ്യമുണ്ടെന്നും ആന്റണി പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രതികരണവുമായി സി.കെ. ജാനു എത്തിയത്.